إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും പ്രിയമുള്ള സത്യാന്വേഷികളായ വിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും സന്ദർഭങ്ങളിലും സൂക്ഷിച്ചു തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നെ മറക്കാതെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ സൂക്ഷിക്കുവാനും അവന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കുവാനും അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിന്റെ നാലഞ്ച് ആഴ്ചകളിലായി റമളാനിന്റെ മുമ്പേ നമ്മൾ പറഞ്ഞു വെച്ച വിഷയമാണ് മരണാനന്തര ജീവിതം എന്നത്. അതിന്റെ തുടർച്ച എന്ന നിലക്കാണ് ഇന്നത്തെ ഖുതുബയിൽ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യരായ നാം ഓരോരുത്തരും ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ വലിയ വലിയ മോഹങ്ങളും ലക്ഷക്കണക്കിന് ആഗ്രഹങ്ങളുമായിട്ടാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. കേറി പാർക്കുവാൻ നല്ലൊരു വീട് വേണം, സഞ്ചരിക്കുവാൻ വാഹനം വേണം, അതുപോലെ തന്നെ ജീവിക്കുവാനുള്ള സാമ്പത്തികമായ ശേഷിയും നല്ല സ്വാധീനങ്ങളായ മക്കളും എല്ലാം നമുക്കുണ്ടാകണമെന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു. ഇങ്ങനെ നീളുന്നു നമ്മുടെ ആഗ്രഹങ്ങളുടെ പട്ടിക എന്നത്. എന്നാൽ ആഗ്രഹങ്ങളെയെല്ലാം ബാക്കിയാക്കിക്കൊണ്ട്
ഒരു ദിവസം നമ്മളുടെ മുന്നിൽ കടന്നു വരാനുണ്ട്. മരണത്തിന്റെ മലക്ക് നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ആ ഭയാനകമായ നിമിഷം, അന്ന് മനുഷ്യന്റെ മനസ്സിൽ ഈ ദുനിയാവിലെ യാതൊരു മോഹങ്ങളും അവശേഷിക്കുകയില്ല എന്നതാണ്. ആ സമയത്ത് അന്ന് അവന്റെ ഉള്ളിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്താണത്? നമുക്ക് കിട്ടിയ ആയുസ്സിൽ നിന്നും ഒരൽപ്പം കൂടി നീട്ടിക്കിട്ടുക എന്നതാണ്. ഈ ദുനിയാവിലേക്ക് ഒരിക്കൽ കൂടി മടങ്ങുക എന്നത് ആ ആഗ്രഹം മാത്രമായിരിക്കും ഓരോ മനുഷ്യർക്കും അന്നുണ്ടാവുക. അവൻ ജീവിച്ചിരിക്കുമ്പോൾ സത്യനിഷേധിയായിട്ടാണ് ജീവിച്ചത് എങ്കിൽ ആ മരണം തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ അവൻ ആഗ്രഹിക്കും ഇസ്ലാം സ്വീകരിക്കുവാനും മുസ്ലിമായി ജീവിച്ചേക്കാമെന്ന ആഗ്രഹമാണ് ഒരു നിമിഷം കൂടി എനിക്ക് നൽകിയിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിക്കുക. ഇനി അതുപോലെ പാപങ്ങൾ ചെയ്തു കൂട്ടിയ മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുവാനും ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ആ പാപങ്ങളിൽ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുവാനും കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കുവാനുമാണ് അവൻ ആഗ്രഹിക്കുക. എന്നാൽ ഒരാൾക്കും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ആ അവധി എത്തിയാൽ, ആ അജലെത്തി കഴിഞ്ഞാൽ ഒരൊറ്റ സെക്കൻഡ് പോലും നീട്ടി നിൽക്കുകയില്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിലൂടെ ആദ്യമേ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ആ രംഗം എത്ര ഭീതിജനകമായാണ് വിവരിക്കുന്നത് എന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഹത്താ ഇദാ ജാഅ അഹദഹുൽ മൗത്ത് ഖാല റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. വിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 99-100 വചനങ്ങളാണ്. അങ്ങനെ അവരിൽ ഒരാൾക്ക് മരണം വന്നെത്തുമ്പോൾ അവർ പറയും, എന്റെ രക്ഷിതാവേ, എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചയക്കണമേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഉപേക്ഷ വരുത്തിയിട്ടുള്ള കാര്യങ്ങളിൽ എനിക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കുവാൻ കഴിയത്തക്ക വിധം എനിക്ക് എന്റെ ആയുസ് എനിക്ക് നീട്ടിത്തരണമെന്ന് അവൻ പറയും. അപ്പോൾ റബ്ബ് പറയുകയാണ്, കല്ലാ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഒരിക്കലുമില്ല, അതൊരു വെറും വർത്തമാനം മാത്രമാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. അവരുടെ പിന്നിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം അതുവരെ ഒരു മറയുണ്ടായിരിക്കുമെന്നതാണ്. അതുവരെ അവർ ഖബറിൽ കിടക്കേണ്ടി വരും. ഒരാൾക്കും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നീട്ടി നൽകുകയില്ല. അവൻ നീട്ടി നൽകാൻ അപേക്ഷിക്കും, പക്ഷേ അത് വെറും വർത്തമാനം മാത്രമാണ് എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. റബ്ബേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഒഴിവാക്കിയ നമസ്കാരങ്ങൾ, ഞാൻ എന്റെ ജീവിതത്തിൽ ഉപേക്ഷ വരുത്തിയ സൽക്കർമ്മങ്ങൾ, അതെല്ലാം എനിക്ക് ചെയ്യാൻ വേണ്ടി ഒരു നിമിഷം എനിക്ക് തരണമേ എന്ന് പറയുമ്പോൾ ആ മരണം തൊണ്ടക്കുയിലെത്തിയ നേരം അള്ളാഹു ഒരാൾക്കും തന്നെ ആ അതിലെത്തി കഴിഞ്ഞാൽ നീട്ടി നൽകുകയില്ല. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, താൻ സമ്പാദിച്ചു കൂട്ടിയ ധനത്തിൽ നിന്നും ഒരംശം ദാനം ചെയ്യാനും അന്ന് മനുഷ്യൻ കൊതിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. അല്ലാഹു തആല പറയുന്നു, وأنفقوا مما رزقناكم من قبل أن يأتي أحدكم الموت فيقول رب لولا أخرتني إلى أجل قريب فصدق وأكن من الصالحين فأصدق وأكن من الصالحين. വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം സൂറത്ത്
വിശുദ്ധ ഖുർആൻ 63-ാം അധ്യായം സൂറത്ത് മുനാഫിഖൂനിലെ 10-ാമത്തെ വചനം. നിങ്ങളിൽ ഒരാൾക്ക് മരണം, ആ മരണം വരുന്നതിന് മുമ്പായി നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പോൾ അവൻ പറയും, എന്റെ രക്ഷിതാവേ, മരണം തൊണ്ടക്കുയിലെത്തുമ്പോൾ അവൻ പറയും, അല്ലാഹുവേ, എനിക്ക് അല്പം കൂടി സമയം നീട്ടിത്തരണമേ, എങ്കിൽ ഞാൻ ദാനധർമ്മം ചെയ്യുന്നവരുടെ കൂടെ, സ്വതക്ക ചെയ്യുന്ന ആളുകളെ കൂടെ, സജ്ജനങ്ങളുടെ കൂടെ ഞാൻ ഉൾപ്പെടാമെന്ന് അവൻ പറയുമെന്നാണ്. പക്ഷേ ആ വർത്തമാനങ്ങൾ, ആ സ്വതക്ക ചെയ്യാമെന്ന് പറയുന്നതും സജ്ജനങ്ങളുടെ കൂടെ കൂടാമെന്ന് പറയുന്നതിനെല്ലാം അതെല്ലാം വെറും വർത്തമാനമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, അതുപോലെ അല്ലാഹുവിന്റെ തൗബയുടെ നിയമം അത് നാം മനസ്സിലാക്കണം. മരണം നമ്മുടെ തൊട്ടടുത്ത്, നമ്മുടെ തൊണ്ടക്കുയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടത്തുന്ന തൗബയുടെ, പ്രഖ്യാപിക്കുന്ന തൗബ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അതുവരെ ആ വിശ്വാസിയായി ജീവിച്ച മനുഷ്യൻ, അവന് ബോധ്യപ്പെടുന്ന നിമിഷം അവൻ ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ, വിശ്വാസിയായി കഴിഞ്ഞാൽ അതും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം, ഇന്നമത് തൗബതു അലല്ലാഹി ലില്ലദീന യഅമലൂന സൂഅ ബിജഹാലതി തുമ്മ യതൂബൂന മിൻ ഖരീബ്. പശ്ചാത്താപം സ്വീകരിക്കാൻ അല്ലാഹു ബാധ്യത ഏറ്റിട്ടുള്ളത് അത് ആർക്കാണ്? അറിവുകേട് നിമിത്തം, അറിവില്ലായ്മ കൊണ്ട് തിന്മ ചെയ്യുകയും എന്നിട്ട് അത് തിന്മയാണ് എന്ന് ബോധ്യപ്പെടുന്ന സമയം അതിൽ ഒരു അമാന്തവും കാണിക്കാതെ പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ്. ഇതിൽ അല്ലാഹു പറയുകയാണ്, വലൈസത്തി തൗബത്തു ലില്ലദീന യഅമലൂന സയ്യിആതി ഹത്താ ഇദാ ഹദറ അഹദുഹുൽ മൗത്ത് ഖാല ഇന്നി തുബ്തു അൽആന വലല്ലദീന യമൂതൂന വഹും കുഫാറുൻ ഉലൈക അഅ്തദ്നാ ലഹും അദാബൻ അലീമ. അങ്ങനെയുള്ളവരുടെ പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കും. അല്ലാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ്. പശ്ചാത്താപം എന്നത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും എന്നിട്ട് മരണം ആസന്നമാകുമ്പോൾ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതല്ല. അത് സത്യനിഷേധികളായിക്കൊണ്ട് മരണമടയുന്നവർക്കുമുള്ളതല്ല. അങ്ങനെയുള്ളവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നതാണ്. തൗബ എന്നത് മരണം തൊണ്ടക്കുയിലെത്തുമ്പോ, തെറ്റ് ബോധ്യപ്പെടുന്ന സമയം പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് അല്ലാഹു പൊറുത്തു നൽകുകയില്ല എന്നതാണ്. അത്തരം ആളുകൾക്കുള്ളതല്ല തൗബ എന്നത്. മറിച്ച് പശ്ചാത്താപം അല്ലാഹു സ്വീകരിക്കുന്നത്, തൗബ സ്വീകരിക്കുന്നത് തെറ്റുകൾ, അറിവ് കേട് മൂലം തെറ്റുകൾ ചെയ്യുകയും എന്നിട്ട് ആ തെറ്റ് ബോധ്യപ്പെട്ട സമയം അത് തിരുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് അല്ലാഹു തൗബ നൽകുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്ന ഹദീസിൽ ആ കാര്യം വ്യക്തമായി കാണാൻ സാധിക്കും. നബി റളിയല്ലാഹു അൻഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ യഖ്ബലു തൗബതൽ അബ്ദി മാ ലം യുഗയ്യിർ. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹു റസൂൽ പറഞ്ഞു, ഒരു അടിമയുടെ ആത്മാവ് തൊണ്ടയിലെത്തിക്കഴിഞ്ഞാൽ ആ എത്തുന്നത് വരെ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കും. എന്നാൽ തൊണ്ടക്കുയിലേക്ക് റൂഹ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു അവന്റെ തൗബ സ്വീകരിക്കുകയില്ല എന്നതാണ്. പ്രമുഖ സലഫി പണ്ഡിതനും മുഫസ്സിറുമായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ കാണാം, قال ابن كثير رحمه الله فمن تاب قبل الموت بقليل عمل الله توبته لكن إذا حضر الموت وعاين الملك فلا توبة له حينئذ. മരണത്തിന് തൊട്ടു മുമ്പാണെങ്കിലും ഒരാൾ അല്ലാഹുവിനോട് തൗബ ചെയ്താൽ, പശ്ചാത്താപം ചെയ്താൽ അല്ലാഹു അത് സ്വീകരിക്കും.
എന്നാൽ മരണം നേരിട്ട് കണ്ട് മലക്കിനെ ദർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് തൗബയില്ല എന്നതാണ്. അതാണ് മരണം തൊണ്ടക്കുഴിയിലെത്തുക എന്ന് പറഞ്ഞാൽ. മരണത്തിന് തൊട്ട് മുമ്പാണെങ്കിൽ പോലും അള്ളാഹു അയാൾക്ക് തൗബ നൽകും. അദ്ദേഹം പശ്ചാത്തപിക്കുകയാണെങ്കിൽ അള്ളാഹു പാപങ്ങൾ പുറത്തു നൽകും. എന്നാൽ മരണം കണ്ട് മലക്ക് വരുന്നത് കണ്ട് ആ സമയത്താണ് അയാൾ പശ്ചാത്താപിക്കുന്നതെങ്കിൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നതാണ്. മറ്റൊരു സലഫി പണ്ഡിതനായ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിഖീൻ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം. ഖാല ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അത്തൗബതു ഇൻദൽ ഗററതി ലാ യൻഫഉ ലിഅന്നഹാ തസിറു ദീനഇദിൻ കഹ്രിയതൻ ലാ തൗഇയതൻ. തൊണ്ടക്കുഴിയിൽ ജീവൻ എത്തുമ്പോഴുള്ള തൗബ അത് ഉപകരിക്കുകയില്ല. കാരണം അപ്പോഴത് സ്വമേധയാ ഉണ്ടാകുന്നതല്ല, മറിച്ച് അവസ്ഥകൾ കണ്ട് ഭയന്ന് നിർബന്ധിതനായി ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് സ്വീകരിക്കുകയില്ല എന്നതാണ്. സ്വമേധയാ തൗബ എന്നത് പാപം തെറ്റുകൾ ബോധ്യപ്പെട്ട് സ്വമേധയാ ഉണ്ടാകേണ്ട ഒന്നാണ്. എന്നാൽ മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന ആ സമയത്ത് തൗബ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണം അത് അവന്റെ സ്വമേധയാ ഉണ്ടാകുന്ന ഒന്നതല്ല, മറിച്ച് അവന്റെ പാരത്രികമായ ജീവിതത്തിന്റെ അവസ്ഥകൾ ആ സമയം കാണുമ്പോൾ ആ ഭയത്തിൽ നിന്നും ഉണ്ടാകുന്നത് കൊണ്ട് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നാണ്. താബിഈകളിൽ പ്രമുഖനായ ഇമാം ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പറഞ്ഞതായി കാണാം. قال الحسن البصري رحمه الله يا ابن آدم إنما أنت أيام كلما ذهب يوم ذهب يعظم. ഹേ മനുഷ്യപുത്ര, നീ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് നീ എന്നത് കുറച്ചു ദിവസങ്ങളുടെ സമാഹാരം മാത്രമാണ്. ഒരു ദിവസം കടന്നു പോകുമ്പോൾ നിന്റെ ആയുസിന്റെ ഒരു ഭാഗമാണ് ഇല്ലാതാകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണം എപ്പോഴാണ് വരിക എന്നത് നമുക്കറിയുകയില്ല. നാളെയാകാം, ചിലപ്പോൾ അടുത്ത നിമിഷമാകാം. ആത്മാർത്ഥതയോടുകൂടി നമ്മുടെ തെറ്റുകൾ അല്ലാഹുവിനോട് പറഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ആ തൗബ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുക. ആ മരണസമയം എത്തുന്നതിന് മുമ്പായി ജീവിതം നന്നാക്കാൻ നമുക്ക് സാധിക്കണം. ജീവിതം തെറ്റുകളിൽ നിന്ന് മുക്തമാക്കാൻ നമുക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ മരണം തൊണ്ടക്കുഴിയിലെത്തുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ആഗ്രഹം എന്നതാണ് ജീവിതം നന്നാക്കുവാനും സദഖകൾ വർദ്ധിപ്പിക്കുവാനും തെറ്റുകളിൽ നിന്ന് അല്ലാഹുവിനോട് പാപമോചനം തേടുവാനെല്ലാം ആ സമയത്ത് ആഗ്രഹങ്ങളും ഉണ്ടാകും. സമയത്തുള്ള ആഗ്രഹം എന്നത് അത് വൃഥാവിലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്നതാണ്. അതുകൊണ്ട് നല്ല മുഅ്മിനുകളായി മരണവേളയിൽ എല്ലാ തിന്മകളും മായ്ച്ചു കളഞ്ഞ് എല്ലാ പാപങ്ങളും ഇല്ലാതാക്കി യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് മരണപ്പെടുന്ന ഒരു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബാറകല്ലാഹു ലി വലക്കും ഫിൽ ഖുർആനിൽ അലീം വനഫഅനി വഇയ്യാകും ബിമാ ഫീഹി മിനൽ ആയാതി വസിക്ർ. ഹാദാ ഫസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ولسائر المؤمنين من كل ذنب. أقول قولي هذا فاستغفروه إنه هو الغفور الرحيم. الحمد لله حمدا كثيرا طيبا مباركا فيه، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا. أما بعد. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നാം പറഞ്ഞു വന്നത് മരണസമയത്ത്
ദുഷ്ടന്മാരും അശ്രദ്ധരുമായ ആളുകൾ അവരനുഭവിക്കുന്ന ആ ഒരു ഖേദത്തെ കുറിച്ചാണ്. എന്നാൽ അതിന് നേരെ വിപരീതമായി അല്ലാഹുവിനെ ഭയന്ന് സൽക്കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ച ഒരു മുഅ്മിനായ അടിമയുടെ മരണം എത്ര ആനന്ദകരമായിരിക്കും എന്നത് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നതായി കാണാൻ സാധിക്കും. ആ മനുഷ്യൻ മരണപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മലക്കുകൾ വന്ന് അവന് സന്തോഷവാർത്ത അറിയിക്കുമെന്നതാണ്. അപ്പോൾ അവന്റെ മനസ്സിൽ വലിയ ആഹ്ലാദവും സന്തോഷവും ഉണ്ടാകും. എന്നാൽ കാഫിറുകൾക്കും ഫാസിഖുകൾക്കുമായ ആളുകൾ, ദുഷ്ടന്മാരായ ആളുകൾ അന്ന് വലിയ ദുഃഖവും ഭയവും ഇടുക്കവുമായിരിക്കും അവർ അനുഭവിക്കപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ മുഅ്മിനീങ്ങൾക്ക് നൽകുന്ന ഒരു വലിയ സന്തോഷ വാർത്തയെ കുറിച്ച് പറയുന്നതായി കാണാം. ഇന്നല്ലദീന ഖാലൂ റബ്ബുന അല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. തീർച്ചയായും ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന് പറയുകയും പിന്നീട് നേരെ ചൊവ്വ ജീവിക്കുകയും ചെയ്തവരാരോ അവരുടെ അടുക്കലേക്ക് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് പറയും, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്ന. ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ സ്വർഗ്ഗത്തെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക എന്ന് ആ മലക്കുകൾ മരണത്തിന്റെ നേരം അവരെ വന്ന് ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കുന്ന വർത്തമാനങ്ങൾ പറയുമെന്നതാണ്. മരണവേളയിൽ മലക്കുകൾ മുഅ്മിനീങ്ങളായ അടിമകളോട് പറയുന്ന മറ്റൊരു മനോഹരമായ വചനം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നതായി കാണാം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. ഹേ ശാന്തത കൈവരിച്ച ആത്മാവേ, നീ നിന്റെ രക്ഷിതാവിലേക്ക് തൃപ്തിപ്പെടുകയും തൃപ്തി ലഭിച്ചവർ കൊണ്ടും അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ചുകൊണ്ടും നീ അള്ളാഹുവിലേക്ക് മടങ്ങുക. എന്റെ സദ്വൃത്തരായ അടിമകളുടെ കൂട്ടത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന് അള്ളാഹു അവരോട് പറയും. എന്റെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുകയും ചെയ്യുക എന്ന് അവർക്ക് സന്തോഷവാർത്ത അറിയിക്കുമെന്നാണ്. ഈ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമായ ഹദീസുകളിലൂടെ പഠിപ്പിക്കുന്നതായി കാണാം. അൻ ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഹു വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനെ കണ്ടുമുട്ടാൻ അല്ലാഹു ഇഷ്ടപ്പെടും. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ ആരെങ്കിലും വെറുത്താൽ അവനെ കണ്ടുമുട്ടുന്നതും അല്ലാഹു വെറുക്കുമെന്നാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലനക്റഹുൽ മൗത്ത്. അല്ലാഹു റസൂലേ, ഞങ്ങൾ മരണത്തെ വെറുക്കുന്നുണ്ടല്ലോ, മരണത്തെ ഞങ്ങൾ വെറുക്കുന്നുണ്ട് എന്ന്, മരണത്തെ പേടിയാണ് എന്ന് ആയിഷ റളിയല്ലാഹു പറഞ്ഞപ്പോ ലൈസ ദാലിക്, ഇത് അതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു പറയുകയും എന്നിട്ട് പറയാണ്, വലാകിന്നൽ മുഅ്മിന ഇദാ ഹദറഹുൽ മൗതു യുബശ്ശിറ ബിറിദ്വാനില്ലാഹി വ കറാമതിഹി വലൈസ ശൈഉൻ അഹബ്ബ ഇലൈഹി മിമ്മാ أمامه فأحب لقاء الله وأحب الله لقاءه وإن الكافر إذا حضر يبشر بعذاب الله وعقوبته وليس شيء أكره إليه مما أمامه كره لقاء الله وكره لقاءه.
ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. മറിച്ച് ഒരു സത്യവിശ്വാസിയുടെ മരണമാകുമ്പോൾ, ആ മരണത്തിന് സമയമാകുമ്പോൾ അള്ളാഹുവിന്റെ തൃപ്തിയെ കുറിച്ചും അവൻ നൽകുന്ന ആദരവിനെ കുറിച്ചും സന്തോഷ വാർത്ത അറിയിക്കപ്പെടും. അപ്പോൾ അവന്റെ മുന്നിൽ വരാനിരിക്കുന്നതിനേക്കാൾ പ്രിയങ്കരമായ മറ്റൊന്നും അവന് ഉണ്ടാവുകയില്ല. അങ്ങനെ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെടുകയും അവനെ കണ്ടുമുട്ടുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്നാണ്. മരണത്തിന്റെ വേളയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ അവൻ ഇഷ്ടപ്പെടാൻ കാരണം, ഇനി ഉള്ള ജീവിതം, പരലോക ജീവിതം എന്നത് അതവന് ശാശ്വതവും സന്തോഷവും സ്വർഗീയമായ ആ ജീവിതവുമാണ്. അതിലേക്ക് എത്തിപ്പെടാൻ അവൻ തിരക്കുകൂട്ടുകയും ധൃതിപ്പെടുകയും ചെയ്യും. ആ ഇഷ്ടം അതിലൂടെ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുമെന്നതാണ്. എന്നാൽ ഒരു സത്യനിഷേധിയുടെ മരണസന്ദർഭത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ചും അവന്റെ ആ അദാബിനെ കുറിച്ചുമുള്ള വാർത്തകൾ നൽകപ്പെടുമ്പോൾ അവരുടെ മുമ്പിൽ ഇനി വരാനിരിക്കുന്നതിനേക്കാൾ വെറുപ്പുള്ള മറ്റൊന്നും അവന് ഉണ്ടാവുകയില്ല എന്ന് അവന് ബോധ്യപ്പെടും. അങ്ങനെ ആ സമയം അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ കുറിച്ച് സത്യനിഷേധികളായ ആളുകൾ ആ കണ്ടുമുട്ടലിനെ വെറുക്കുകയും അള്ളാഹു അവരെയും വെറുക്കുകയും ചെയ്യുമെന്നതാണ് ഈ ഹദീസിലൂടെ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ആ സമയത്ത് മയ്യിത്തിന്റെ ജനാസയുടെ അവസ്ഥ എന്നത്, സത്യവിശ്വാസിയായ ഒരു നല്ല മനുഷ്യനെ മരണശേഷം മയ്യിത്ത് കട്ടിലിൽ കിടത്തി ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ മയ്യിത്ത് ആളുകളോട് വിളിച്ചു പറയുമെന്നാണ്. എന്താണ് വിളിച്ചു പറയുന്നത്? എന്നെ വേഗത്തിൽ കൊണ്ടുപോകൂ എന്ന് അവൻ വിളിച്ചു പറയും. കാരണം അവന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിരിക്കുന്ന ആ വലിയ സ്വർഗീയമായ അനുഗ്രഹങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ അവൻ കൊതിക്കുകയാണ്. എന്നാൽ പാപിയായ തിന്മകളൊക്കെ ചെയ്തു പോയ ദുഷിച്ച മനുഷ്യന്റെ മയ്യിത്താണ് എങ്കിൽ അവൻ അട്ടഹസിച്ച് നിലവിളിച്ചുകൊണ്ട് പറയും, എന്റെ നാശമേ, നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് അവർ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. അൻ അബീ സഈദ് ഖുദരി റളിയല്ലാഹു അൻഹു كان النبي صلى الله عليه وسلم يقول إذا وضعت الجنازة فاحتملها الرجل على أعناقهم فإن كانت صالحة فقالت قدموني വേഗത്തിൽ കൊണ്ടുപോകൂ എന്ന് സ്വാലിഹായ നല്ല മയ്യിത്താണ് എങ്കിൽ വിളിച്ചു പറയുമെന്നാണ്. وإن كانت غير صالحة ഇനി സ്വാലിഹല്ലാത്ത ചീത്തയായ മനുഷ്യന്റെ മയ്യിത്താണ് എങ്കിൽ അവൻ പറയും, എന്നെ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നവൻ അട്ടഹസിച്ച് പറയും. ആ സമയത്ത് അല്ലാഹു റസൂൽ പറയുന്നു, യസ്മഉ സൗതഹാ കുല്ല ശൈഇൻ ഇല്ലൽ ഇൻസാൻ, ദുനിയാവിലുള്ള ഭൂമിയുള്ള എല്ലാം ആ ശബ്ദം കേൾക്കുമെന്നാണ്. ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെയുള്ള സകലമായ ജീവികളും ആ അട്ടഹാസം കേൾക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗ സമിഅൽ ഇൻസാനു അല്ലാഹു റസൂൽ പറയുകയാണ്, ആ ശബ്ദമെങ്ങാനും ആ അട്ടഹാസമെങ്ങാനും മനുഷ്യർ കേട്ടുപോയിരുന്നെങ്കിൽ അവർ ബോധരഹിതരായി വീഴുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അത്രയും പ്രയാസകരമായ അവസ്ഥയിലാണ് ഈ ആത്മാക്കളെ അവരുടെ ജനാസകൾ കൊണ്ടുപോകുമ്പോഴുള്ള അവസ്ഥകളെ കുറിച്ച് അല്ലാഹു റസൂൽ പറഞ്ഞു തരുന്നത്. ഈ മാത്രമല്ല, പ്രമുഖ സലഫി പണ്ഡിതനായ ശൈഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ഖുതുബയിൽ പറഞ്ഞതായി കാണാം. قال الشيخ صالح الفوزان حفظه الله: المؤمن يفرح بلقاء الله لما يرى من حسن التوبة، والكافر يكره ذلك لما يرى من العقاب، فأعدوا لعذاب يوم القدة. എനിക്ക് ലഭിക്കാനിരിക്കുന്ന ഉത്തമമായ പ്രതിഫലം കാണുന്നത് കൊണ്ട് സത്യവിശ്വാസിയായ ആളുകൾ അവർ അല്ലാഹുവെ കണ്ടുമുട്ടാൻ സന്തോഷിക്കുന്നു. എന്നാൽ
ശിക്ഷ കാണുന്നത് കൊണ്ട് അവിശ്വാസിയായ മനുഷ്യൻ അതിനെ വെറുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള വിഭവങ്ങൾ നിങ്ങൾ ഒരുക്കി വെക്കുക എന്ന് പറയാൻ കാരണം, ആ ഒരു ദിവസം കടന്നു വരാറുണ്ട്. ആ ദിവസം കടന്നു വരുന്നതിന് മുമ്പ് ഈ ദുനിയാവിൽ ജീവിക്കുന്ന ഈ കാലമത്രയും അതിലേക്കുള്ള വിഭവങ്ങൾ, അതിലേക്കുള്ള പാതേയങ്ങൾ ഒരുക്കി വെക്കുവാനുള്ളതാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കണം. നാം നാളെ ആ മയ്യിത്ത് കട്ടിലിൽ കിടക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും വേഗത്തിൽ കൊണ്ടുപോകൂ, എന്നെ വേഗത്തിൽ കൊണ്ടുപോകൂ, ഖദ്ദിമൂനി എന്ന് പറയുന്ന ആ അനുഗ്രഹീതരായ ആളുകളുടെ കൂട്ടത്തിലാണോ ഞാനും നിങ്ങളും പെടുക എന്നത് നമ്മൾ ആലോചിക്കണം. അതല്ല, എന്റെ നാശമേ, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് അട്ടഹസിച്ച് വിളിച്ചു പറയുന്ന ആ നിർഭാഗ്യവാന്മാരിലാണോ നമ്മൾ ഓരോരുത്തരും പെടുക എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. അത് തീരുമാനിക്കേണ്ടത് മരണത്തിന്റെ വേളയിലല്ല, മരണം കടന്നു വരുന്നതിന് മുമ്പ് ഈ ജീവിക്കുന്ന ഈ ആയുസ്സിന്റെ ഈ കാലഘട്ടത്തിൽ, ഈ ജീവിത കാലഘട്ടത്തിലാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പാപങ്ങളിൽ നിന്നും വലിയ വലിയ തെറ്റുകളിൽ നിന്നുമെല്ലാം നമ്മെ ഓരോരുത്തരെയും അല്ലാഹു സംരക്ഷിച്ച് നിർത്തുമാറാകട്ടെ. അല്ലാഹുവേ, മരണം തൊണ്ടക്കുയിലെത്തുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. അട്ടഹസിക്കുന്ന ആളുകളിൽ നിന്ന്, ആ സമയത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിൽ നിന്ന്, വെറുക്കുന്നതിൽ നിന്ന്, അത്തരം ആളുകളിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനേ. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് ഇഷ്ടപ്പെടുന്ന, അള്ളാഹു കണ്ടുമുട്ടുന്നവരെ ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. അള്ളാഹുവേ, ജീവിതത്തിൽ സൽക്കർമ്മങ്ങൾ, നമസ്കാരം മുറപോലെ നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ, അതുപോലെ സദഖകൾ നൽകുന്നവരുടെ കൂട്ടത്തിൽ, അങ്ങനെയുള്ള നല്ല നല്ല സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ഒരുക്കി വെക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ അവരെല്ലാം ഇന്ന് ഖബറുകളിലാണ്. അവരുടെ ഖബറിടം നീ വിശാലമാക്കണം റഹ്മാനേ. അവർ ചെയ്തു പോയ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം റഹ്മാനേ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ പാപങ്ങൾ ചെയ്തവരാണ് റഹ്മാനായ റബ്ബേ. എല്ലാം അറിയുന്നവനായ നാഥ, എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്ത് നൽകിയ റഹ്മാനേ. അല്ലാഹുവേ, പ്രയാസങ്ങൾ ജീവിതത്തിൽ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്. എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നല്ലൊരു ജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് നൽകിയ റഹ്മാനേ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, വേദനകളെല്ലാം നീ ശിഫ നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. അല്ലാഹുവേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവരുണ്ട്, കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അവരുടെ പ്രയാസങ്ങളും കടബാധ്യതകളും എല്ലാം നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനേ. അല്ലാഹുവേ, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുന്ന നല്ല മക്കളുടെ കൂട്ടത്തിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനേ. അല്ലാഹുവേ, എല്ലാവിധ ഭൂതിവാസങ്ങളിൽ നിന്നും ഹറാമുകളിൽ നിന്നും നീ ഞങ്ങളെയും ഞങ്ങളുടെ സമൂഹത്തെയും കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനേ. അല്ലാഹുവേ, എല്ലാ ദോഷങ്ങളിൽ നിന്നും നീ ലോക മുസ്ലിങ്ങളെ കാത്തുരക്ഷിക്കണം റഹ്മാനേ. അല്ലാഹുമ്മ വഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാദിൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم. اللهم إنا نسألك حسن الخاتمة ونعوذ بك من سوء الخاتمة. اللهم اجعل خير أعمالنا وخواتمها وخير أيامنا يوم للقاء. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.